പുല്ലും പിണ്ണാക്കും കൊടുക്കല്ലേ. അൻസി, എടീ, അൻസി. പശുക്കൾ ഇങ്ങനെ കരയുന്നത് നീ കേൾക്കണില്ലേ? ഒന്ന് പറഞ്ഞതനുസരിക്ക്. എന്റെ പൊന്നു മക്കളെ, എനിക്ക് കാലിന് വയ്യാത്തോണ്ടല്ലേ നിങ്ങളോട് ഇങ്ങനെ പറയുന്നേ. അങ്ങനെയൊക്കെ പറയും. നമുക്ക് കുറച്ചു നേരം കളിച്ചിട്ടൊക്കെ പശുവിന് പുല്ല് പിണ്ണാക്കൊക്കെ കൊടുക്കാം. എപ്പോഴും നമ്മൾ തന്നെയല്ലേ കൊടുക്കുന്നേ. നമുക്ക് കുറച്ചു നേരം കളിക്കാം. അത് വല്യമ്മച്ചിക്ക് ദേഷ്യം പിടിച്ചാലോ? അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ആ വൈക്കോലും പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കളിക്കാൻ പോയാലോ? എനിക്ക് പേടിയാ. അയ്യോ വേണ്ട, എനിക്കാവുന്നില്ല. നമുക്ക് കുറച്ചു നേരം കളിച്ചിട്ടൊക്കെ അത് കൊടുക്കാം. എപ്പോ നോക്കിയാലും ഈ പശുക്കൾ ഇങ്ങനെ അലറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വാ, നമുക്ക് കുറച്ചു നേരം കളിക്കാം. ഇതൊക്കെ നീ പറഞ്ഞിട്ടാട്ടോ എനിക്ക് സമ്മതം കളിക്കാം. എന്നാ വാ എന്റെ സാറാ. എത്ര നേരമായി വർത്താനം പറഞ്ഞാലും നമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്നു. എന്ത് കളിയാ കളിക്കാം? എന്റെ ഈശ്വര, ഇവിടെ നിറച്ച് പശുക്കളാണല്ലോ. പശുക്കളെ വെച്ച് ഇവര് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ടാകുമല്ലോ. നമസ്കാരം സൈനവാത്തെ, നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നേ. കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. നമ്മൾ അയൽക്കാരാണെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പോക്ക് വരവില്ല. അതൊക്കെ എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം വത്സലേ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ എനിക്ക് കഴിയണ്ടേ? നീ എൻ്റെ കാല് തന്നെ ഒന്നങ്ങ് നോക്ക്, നീര് വെച്ച് വീർത്തിരിക്കുക. വയ്യാഞ്ഞിട്ടാടി. അതൊക്കെ എനിക്കറിയാം. ഈ തടിയും വെച്ചോണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ സീനവാത്തേ? അതൊക്കെ എനിക്ക് അറിയാവുന്നത് തന്നെയാ. ഇവിടെ എനിക്ക് ആകെയുള്ളൊരാശ്വാസം എൻ്റെ അനസിമോളാ. അവളില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്താകുമായിരുന്നു? കണ്ടില്ലേ, കുറെ പശുക്കളും ആടുകളും കോഴികളും എല്ലാം ഉണ്ട്. ഇതൊക്കെ എൻ്റെ മോൻ്റെ പണിയാ, കുഞ്ഞാവൻ്റെ. അത് പണ്ടേ അങ്ങനെ തന്നെ. അവന് ചെറുപ്പത്തിലെ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നോക്കി നടത്താൻ ഒരാളെ കിട്ടണ്ടേ? പെണ്ണ് നോക്കി നോക്കി മടുത്തു. അത് ശരി, കല്യാണം റെഡി ആയിട്ടില്ലല്ലേ?